കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ഹീറോയിനാണെങ്കിൽ ഒരു സ്വപ്നം കണ്ട് എണീറ്റ് കരയണ കാണിച്ചുകൊണ്ടാണ്. ഇതേ സമയം കങ്ങാണെങ്കിൽ എന്തോ മന്ത്രവാദമൊക്കെ ചെയ്യുവാണ്. അടുത്ത ദിവസം ഹാരി റെഡി ആയിട്ട് കങ്ങിനെ മീറ്റ് ചെയ്യാൻ വരെയാണ്. അപ്പോൾ അവിടെ പാർക്കാണെങ്കിൽ കുറെ ബുക്സ് ആയിട്ട് വരെയാണ്. അവന്റെ ബുക്കൊക്കെ താഴെ വീഴും, എന്നാൽ ആരും അവനെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ഹീറോയിൻ ഓടിപ്പോയി അവനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഹാരി ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ കയ്യിലിരുന്ന കുറച്ച് ബുക്സ് ആണെങ്കിൽ അവൾ ലൈബ്രറിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോഴാണെങ്കിൽ ഇവളുടെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കും. അത് വന്നിട്ട് ആ പ്രേതമാണെങ്കിൽ പാർക്കിനെ പിടിച്ച് വലിക്കുന്നതാണ്. ഇത് കണ്ടിട്ട് ഹീറോയിൻ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകും. എന്നാൽ ഈ സമയം ആ ഗോസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഹാരി ആണെങ്കിൽ ഇവനെ കൊണ്ട് മെഡിക്കൽ റൂമിൽ വരും. എന്നിട്ട് ഇവൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് പാർക്കിന് മാത്രം എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന്. ഇതും ആലോചിച്ച് ഇവളാണെങ്കിൽ കങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിൽ വരെയാണ്. എന്നിട്ട് ഇവൾ കങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ നീ പറഞ്ഞ സ്ഥലത്ത് വന്നല്ലോ, ഇനി പറ എനിക്ക് എങ്ങനെ നിന്നെ അറിയാമെന്ന്. അപ്പോൾ കങ്ങാണെങ്കിൽ ഇവക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. ആ ഫോട്ടോ വന്നിട്ട് ഇവളും കങ്ങ് ഒരുമിച്ചിരിക്കണേയാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ ഇവൾ നല്ല ഷോക്കാവും. ഇവക്ക് ഈ ഫോട്ടോ എപ്പോൾ എടുത്തെന്ന് കൂടെ അറിഞ്ഞൂടാ. എന്നിട്ട് കങ്ങ് പറയും, നീ ഞാൻ ഫ്രണ്ട്സാണ്, നിനക്കാണെങ്കിൽ നിൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ വന്നത് തന്നെ നിൻ്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാനാണെന്ന് ഇവൻ പറയും. എന്നിട്ട് കങ്ങ പറയും, നിൻ്റെ സ്കൂളിലാണെങ്കിൽ ഒരു സീക്രട്ട് ഉണ്ട്, അത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇവൾ വിചാരിക്കും ഇവനാണെങ്കിൽ പാർക്കിൻ്റെ കൂടെയുള്ള പ്രേതത്തെ പറ്റിയായിരിക്കും പറയണേന്ന് വെച്ച് ഇവൾ പറയും, ഇല്ല ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു സീക്രട്ടും ഇല്ലെന്ന് പറയും. എന്നിട്ട് ഇവൾ ചോദിക്കുകയാണ്, നീ പറയണതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന്. അപ്പോൾ കങ്ങ് പറയും, എനിക്ക് നിൻ്റെ സ്കൂളിൻ്റെ സീക്രട്ട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ വന്നത് തന്നെ നിൻ്റെ പഴയ മെമ്മറീസൊക്കെ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ്. ഇതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകും. ഇവളും ഇതൊക്കെ ആലോചിച്ച് സ്കൂളിലോട്ട് വരെയാണ്. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ആരോ കീറി വിളിക്കുന്ന സൗണ്ട് ഇവൾക്ക് കേൾക്കും. അപ്പോൾ ഇവളും അവിടെ പോയി നോക്കും. അപ്പോഴാണെങ്കിൽ അവിടെ ഇവളുടെ ഫ്രണ്ടായ ഗാവുണ് പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഹാരി ആണെങ്കിൽ ഇവളുടെ അടുത്ത് പോയി ചോദിക്കും, എന്തിനാ ഇത്ര പേടിച്ചിരിക്കണേന്ന്. അപ്പോൾ ഇവള് പറയും അവിടോട്ട് നോക്കുന്നു. അങ്ങനെ ഇവളും അവിടെ നോക്കും. അവിടെ വന്നിട്ട് പാർക്കിനെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന പ്രേതമാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരു പ്രേതത്തെ കണ്ട് ഇവളും പേടിക്കുകയാണ്. എന്നിട്ട് ഗാവുൻ്റെ കയ്യും പിടിച്ച് ഓടി അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇവരെവിടെ ഒളിച്ചിരുന്നാലും ആ പ്രേതം കണ്ടുപിടിക്കുകയാണ്. ലാസ്റ്റ് ഇവർ ഡോർ ഓപ്പൺ ചെയ്ത് പോകാനിരുന്ന ആ ഡോർ തനിയെ ക്ലോസ് ആവുകയാണ്. എന്നിട്ട് ഈ പ്രേതമാണെങ്കിൽ ഇവരുടെ നേരെ വരെയാണ്. ഇവർ രണ്ടുപേരും നല്ല പേടിച്ചിരിക്കുകയാണ്. ഇതേ സമയം ആ ഡോറാണെങ്കിൽ തനിയെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഈ പ്രേതവും അവിടെ നിന്ന് പോകും. ഈ ഡോർ ഓപ്പൺ ചെയ്തത് പാർക്കാണ്. എന്നിട്ട് പാർക്ക് ഇവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണേന്ന്. എന്നാൽ ഇവരാണെങ്കിൽ ഇവിടെ നടന്നേ ഒന്നും ഇവൻ്റെ അടുത്ത് പറയൂല. എന്നിട്ട് ഹാരി ചോദിക്കും, നീ എങ്ങനെ ഇവിടെ വന്നേന്ന്. അപ്പോൾ പാർക്ക് പറയും, എനിക്കിവിടെ ഒരു സൗണ്ട് കേട്ട് അതാണ് ഞാൻ ഇവിടെ വന്നേന്ന്. ഇതേ സമയം ഗാവുണ്ണാണെങ്കിൽ ഒരു ബുക്ക് കിട്ടുകയാണ്. എന്നിട്ട് ഇവർ 3 പേര് ലൈബ്രറിയിൽ നിന്ന് പുറത്ത് വരെയാണ്. കറക്റ്റ് ഇതേ സമയമാണ് കങ്ങും ആ ലൈബ്രറിയിലോട്ട് വരുന്നത്. കങ്ങും ഈ പ്രേതത്തെ കാണുകയാണ്. ലൈബ്രറിയിൽ നടന്നതൊക്കെ ആലോചിച്ച് പേടിച്ച് ഹാരി ആണെങ്കിൽ അന്ന് രാത്രി ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വന്നിരുന്നിട്ട് ഉറക്കം തൂങ്ങുകയാണ്. ഇവളും ഇങ്ങനെ ടയേർഡായിട്ട് ഇരിക്കണ കണ്ടിട്ട് സാറ് പറയും മെഡിക്കൽ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാനെന്ന്. അങ്ങനെ ഇവളും മെഡിക്കൽ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഇതേ സമയമാണ് അവിടെ കങ്ങും വരുന്നത്. ഇവളാണെങ്കിൽ ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവക്കാണെങ്കിൽ അവിടെ ആരോ ഉള്ള പോലെ ഫീല് തോന്നി എണീക്കുകയാണ്. അപ്പോൾ ഇവൾ കങ്ങിനെയും കാണുകയാണ്. അപ്പോൾ ഹാരി ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് ചോദിക്കും, നീ എങ്ങനെ ഇവിടെ വന്നേന്ന്. അപ്പോൾ കങ്ങും പറയും, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേന്ന്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവക്കൊരു ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവൻ പറയും, ഈ ഒരു ബ്രേസ്ലെറ്റ് ആണെങ്കിൽ നീ ഒരിക്കലും അഴിച്ചു കളയരുതെന്ന്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളുടെ അടുത്ത് പ്രോമിസ് ചെയ്യാൻ പറയും, ഈ ഒരു ബ്രേസ്ലെറ്റ് നീ അഴിക്കൂലെന്നും പറഞ്ഞ്. ഇവളും കുറച്ച് ആലോചിച്ച ശേഷം അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ബ്രേസ്ലെറ്റ് അഴിക്കൂലെന്നും പറഞ്ഞ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയും, എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ ഗാവുൺ ആണെങ്കിൽ ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ബുക്കുമായിട്ട് ഒരു ക്ലാസ്സിലോട്ട് വരെയാണ്. ഇവള് വിചാരിച്ചത് ഈ ബുക്കാണെങ്കിൽ ഈ ക്ലാസ്സിലുള്ള ഏതോ ഒരു കുട്ടിയുടെ ആണെന്ന്. എന്നാൽ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ പറയും, ഈ ഒരു ബുക്ക് ഞങ്ങളുടെ ആരുടെയും അല്ല, അതുമല്ല ഈ പേരിലുള്ള കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലും ഇല്ലെന്ന് പറയും. ഇവളും അപ്പോൾ വിചാരിക്കും ഈ ബുക്ക് ആരുടെ ആണെന്നൊക്കെ. നെക്സ്റ്റ് സീനിൽ ഹാരി ആണെങ്കിൽ കങ്ങ് കൊടുത്ത ബ്രേസ്ലെറ്റ് നോക്കി വരെയാണ്. അപ്പോൾ ഗാവുൺ അവിടെ വന്ന് പറയും, ഈ ബുക്കാണെങ്കിൽ നമ്മൾ ഇന്നലെ ലൈബ്രറിയിൽ കണ്ട പ്രേതത്തിൻ്റെ ആയിരിക്കുമെന്ന്. ഇതേ സമയം അവിടെ കിമ്മും വരും. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിക്കും, എന്താ ഇന്നലെ നടന്നേന്ന്. എന്നാൽ ഇവൻ്റെ അടുത്ത് സത്യമൊന്നും പറയില്ല, ചുമ്മാ കള്ളമൊക്കെ പറയും. അപ്പോൾ ഇവർ കള്ളം പറയണതാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇവൻ പറയും സത്യം പറയുന്നു. അങ്ങനെ ഇവരും ഇന്നലെ നടന്നതൊക്കെ ഇവൻ്റെ അടുത്ത് പറയും. ഇതൊക്കെ കേട്ട് കിമ്മാണെങ്കിൽ നല്ലപോലെ തന്നെ പേടിക്കും. അപ്പോൾ ഇവരുടെ അടുത്ത് പറയും, ചിലപ്പോൾ നമ്മൾ പാർക്കിൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കും ആ പ്രേതം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നേന്ന്. എന്നിട്ട് ഇവൻ പറയും, ഇനി നമുക്ക് പാർക്കിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. എന്നാൽ ഹാരി പറയും, അങ്ങനെയൊന്നുമല്ല, ഞാൻ പാർക്കിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം അവൻ്റെ കൂടെ പ്രേതം ഉള്ളത് സത്യമാണോ എന്നൊക്കെ. എന്നിട്ട് ഹാരി ആണെങ്കിൽ പാർക്കിനെ കോൾ ചെയ്തിട്ട് പറയും, എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവനും പറയും ആർട്ട് റൂമിൽ വന്നാൽ മതിയെന്ന്. പാർക്കും ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ്റെ കയ്യിലുള്ള ഒരു മോതിരം എടുത്ത് ഇമോഷണൽ ആയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും.
എന്നിട്ട് ഹാരി ഇവൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, സ്കൂളിലെ എല്ലാ പിള്ളേരും പറയുന്ന സത്യമാണോ, നിന്റെ കൂടെ ഏതെങ്കിലും പ്രേതം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇവൻ പറയും, നമ്മൾ ഈ ഒരു ടോപ്പിക്കെ പറ്റി ഇപ്പോൾ സംസാരിക്കേണ്ട, നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്കെ പറ്റി സംസാരിച്ചാൽ നീ ആണെങ്കിൽ എന്നെ വിട്ടു പോകും, എനിക്കത് ഇഷ്ടമല്ല, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇവളെ പ്രപ്പോസ് ചെയ്യാണ്. ഇത് കേട്ട് ഇവള് ഷോക്കായി നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കങ്ങാണെങ്കിൽ ഒരു ഫോട്ടോ നോക്കുകയാണ്. ആ ഫോട്ടോയിൽ വന്നിട്ട് കങ്ങും ഹാരിയും ഗൗണും കിമ്മും ഒക്കെ ഉണ്ട്. ഇവനും നല്ല ഹാപ്പിയായി ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കും. എന്നാൽ ഇവൻ്റെ കൂടെയുള്ള 3 പേരും മാഞ്ഞു പോകും. അപ്പോൾ ഇവനൊന്നും മനസ്സിലാവാതെ ആ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കിമ്മും ആർട്ട് റൂമിൽ വരെയാണ്. എന്നിട്ട് ഇവൻ പറയുന്നത് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു റൂം ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് പാർക്കാണെങ്കിൽ പോകും. എന്നിട്ട് ഹാരി ആണെങ്കിൽ പാർക്ക് പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ച് വരെയാണ്. അപ്പോൾ ഗൗൺ ഇവളെ കണ്ടിട്ട് ചോദിക്കും പാർക്ക് എന്തോ പറഞ്ഞെന്ന്. എന്നാൽ ഇവൾ പറയും എനിക്ക് ഈ കാര്യത്തെ പറ്റി ഇപ്പോൾ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഇവൾ ഗൗണയും വിളിച്ചിട്ട് പോകും. കിം ആർട്ട് റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവനാണെങ്കിൽ ഒരു പെയിൻറ്റിങ് കിട്ടുകയാണ്. ആ പെയിൻറ്റിങ്ങിലുള്ള പെണ്ണിനാണെങ്കിൽ വായി കാണൂല. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു കാര്യം ഓർക്കും, ഹാരിയും ഗൗണും ലൈബ്രറിയിൽ വെച്ച് കണ്ട പ്രേതത്തിനും വായില്ലായിരുന്നു, അതുമല്ല ഗൗൺ എടുത്ത ബുക്കിൻ്റെ അതേ പേരായിരുന്നു ഈ പെയിൻറ്റിങ്ങിലുള്ളത്. ഇതൊക്കെ ആലോചിച്ച് ആ പെയിൻറ്റിങ് നോക്കി പേടിച്ച് നിൽക്കുകയാണ് കിം. അടുത്ത ദിവസം ഹാരി ആണെങ്കിൽ പാർക്ക് പ്രപ്പോസ് ചെയ്തത് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗൗൺ വന്നിട്ട് സ്കൂളിൽ പോകാൻ സമയമായെന്നും പറഞ്ഞ് ഇവളെ വിളിക്കും. അങ്ങനെ ഇവളും പോകാൻ എണീക്കുമ്പോൾ ഇവരുടെ വിൻഡോ ആണെങ്കിൽ ഒന്ന് തുറന്നു കിടക്കണം ഇവള് ശ്രദ്ധിക്കും. അപ്പോൾ ഇവള് ഗൗണിൻ്റെ അടുത്ത് ചോദിക്കും, നീയാണോ ഈ വിൻഡോ തുറന്നിട്ടേന്ന്. അപ്പോൾ അവൾ പറയില്ല, ഞാൻ തുറന്നിട്ടില്ലെന്ന് പറയും. എന്നാൽ അവൾ അത് വലിയ രീതിക്ക് എടുക്കാതെ സ്കൂളിലോട്ട് പോകും. അങ്ങനെ ഹാരിയും ഗൗണും ഓരോന്നും സംസാരിച്ച് വരുമ്പോൾ ഇവരുടെ നേരെ പാർക്ക് വരെയാണ്. പാർക്കിനെ കണ്ടപ്പോൾ ഹീറോയിനാണെങ്കിൽ ഇവനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗൗണിന് ഹാരിയുടെ അടുത്ത് ചെറിയ ഡൗട്ട് വരെയാണ്, അവൾ എന്തോ മറയ്ക്കണമെന്ന് വെച്ച്. ആ ഒരു ദിവസം മൊത്തം ഇവളാണെങ്കിൽ പാർക്കിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് ഗൗൺ ശ്രദ്ധിച്ചിട്ട് ഹാരിയുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ പാർക്കിനെ അവോയ്ഡ് ചെയ്യണമെന്ന്. ഈ ഒരു ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹാരി പറയും, ഞാൻ പോയി നമുക്ക് കുടിക്കാനുള്ള വെള്ളം വാങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ അവൾ വെള്ളം വാങ്ങാനായിട്ട് പൈസ എടുക്കുമ്പോൾ അവൾക്കാണെങ്കിൽ പേൽസ് ചെയ്യുന്ന ഒരു ചെറിയ പേപ്പർ കിട്ടുകയാണ്. ആ ഒരു പേപ്പറിൽ കങ്ങാണെങ്കിൽ ഇവക്കൊരു മെസ്സേജ് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്കൂൾ കഴിഞ്ഞിട്ട് അവനെ പോയി മീറ്റ് ചെയ്യണമെന്ന്. ഇവൾ ഈ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ പാർക്ക് വരുന്നത്. എന്നിട്ട് പാർക്ക് ഇവളടുത്ത് ചോദിക്കും, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്, ഫ്രീ ആണോ എന്ന്. അപ്പോൾ ഇവള് പറയും, ഇല്ല ഇപ്പോൾ പറ്റത്തില്ല, എനിക്ക് വേറൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഇവള് പോവും. അങ്ങനെ ഇവളും കങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവള് കങ്ങിനെ കണ്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ്. കങ്ങും ഫോട്ടോയ്ക്ക് നല്ല പോസൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ കങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ എപ്പോൾ ആ ഒരു മെസ്സേജ് ആണെങ്കിൽ എൻ്റെ പേൽസിൻ്റെ അകത്ത് ഇട്ടേന്ന്. അപ്പോൾ ഇവനും പറയും, ഞാൻ ഇന്നലെ രാത്രിയാണ് വന്ന് ആ മെസ്സേജ് ഇട്ടേന്ന്. ഇത് കേട്ട് ഇവളും ചോദിക്കും, അപ്പോൾ ഇന്നലെ രാത്രി നീ ആണോ ആ വിൻഡോ തുറന്നിട്ടേന്ന്. അപ്പോൾ ഇവനും പറയും, നിന്നെ മീറ്റ് ചെയ്യാൻ വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് കങ്ങ് ഇവളടുത്ത് പറയും, നീ എന്തിനു ഫോട്ടോ മറഞ്ഞു നിന്ന് എടുത്തേന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവരുടെ ഒരു സെൽഫി എടുക്കും. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ നമ്മുടെ സ്കൂളിൽ ഒരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ആ പ്രേതത്തെ പറ്റിയാണോ എന്ന്. അപ്പോൾ കങ്ങും പറയും, ഞാനും ആ പ്രേതത്തെ പറ്റിയാണ് പറയാൻ വന്നേന്ന്. എന്നിട്ട് ഇവൻ പറയും, പാർക്ക് ആ പ്രേതമായിട്ട് റിലേറ്റഡ് ആണെന്ന്, അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നീ ആണെങ്കിൽ കെയർഫുള്ളായിട്ട് ഇരിക്കണമെന്ന് കങ്ങ് ഇവളടുത്ത് പറയും. ഇതേ സമയം പാർക്ക് ഇവളെ ഫോൺ ചെയ്യുന്നിട്ട് ഇവളടുത്ത് പറയും, നീ എന്നെ വന്ന് സ്കൂളിൽ മീറ്റ് ചെയ്യും, ഞാൻ ആ പ്രേതത്തെ പറ്റി എല്ലാം പറയാമെന്ന്. നെക്സ്റ്റ് സീനിൽ കിം ആണെങ്കിൽ ഗൗൺ ആ ഒരു പെയിൻറ്റിങ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവളടുത്ത് ചോദിക്കുന്നു, ഈ ഒരു പേരല്ലേ നിൻ്റെ ആ ബുക്കിൽ കിടന്നേന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഉറപ്പിക്കുകയാണ് ആ ഒരു പെയിൻറ്റിങ് വന്നിട്ട് ലൈബ്രറിയിൽ കണ്ട ആ ഒരു പ്രേതത്തിൻ്റെ ആണെന്ന്. അങ്ങനെ ഹാരിയും പാർക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് വരികയാണ്. അപ്പോൾ ഹാരി ഇവളടുത്ത് ചോദിക്കും, നീ എവിടെ പോയതാണെന്ന്. അപ്പോൾ ഇവൾ പറയും, ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയതാണ്, അയാളെ നിനക്ക് അറിഞ്ഞുകൂടെന്ന്. എന്നാൽ പാർക്ക് പറയും, നീ മീറ്റ് ചെയ്ത ആ ഒരു പേഴ്സൺ വന്നിട്ട് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്. ഇതൊക്കെ കേട്ട് ഇവളും ആലോചിക്കും, കങ്ങ് പറഞ്ഞ് ഇവൻ്റെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് നടക്കണമെന്ന്, എന്നാൽ ഇവൻ പറയണ അവൻ്റെ അടുത്ത് കെയർഫുൾ ആയിട്ട് നടക്കണമെന്ന്. അങ്ങനെ ഇവൾ ഇതേക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്ന ഇവിടെ ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാം.